ഹലോ ഓൾ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി BSc ഫിസിക്സ് ഹോണേഴ്സ് ഡിഗ്രിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെമോ നമ്മൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മേജർ കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തത്. അതായത് ഇത് 70 മാർക്കിൻ്റെ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് മേജർ കോഴ്സ്. ഓക്കെ. The time of examination is 2 hours. 2 sections, section A, section B and section C. Section A 3 mark question, maximum ceiling is 24. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. സോ സെക്ഷൻ ബിയിൽ സീലിംഗ് 36 മാർക്സ്. ഇത് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ 8 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ബട്ട് മാക്സിമം മാർക്ക് ഈസ് 36 ആയിരിക്കും. ആൻഡ് സെക്ഷൻ സിയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ടോട്ടൽ മാർക്ക് ഈസ് 70 മാർക്സ്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ, അതായത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ BSc ഹോണേഴ്സ് പ്രോഗ്രാമിനായിട്ട് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. സോ ദ ഫൗണ്ടേഷൻ കോഴ്സ് പേപ്പർ ക്രെഡിറ്റ്സ് 3 നമുക്ക്. മേജർ കോഴ്സിന് ക്രെഡിറ്റ്സ് 4 ആയിരുന്നു. ഫൗണ്ടേഷൻ കോഴ്സിന് ക്രെഡിറ്റ്സ് 3 ആണ്. സോ ഇവിടെ മേജർ കോഴ്സിന് ക്രെഡിറ്റ്സ് 4 ആണ്. ഫൗണ്ടേഷൻ കോഴ്സിന് ക്രെഡിറ്റ്സ് 3 ആണ്. ആൻഡ് പുതിയ ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻ്റെ അതായത് ഫൗണ്ടേഷൻ പേപ്പറിൻ്റെ എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. മേജർ കോഴ്സിൽ നിന്നും എൻറ്റയർ ഡിഫറെൻ്റ് ആണ് ഫൗണ്ടേഷൻ പേപ്പർ. ഹിയർ ദ മാക്സിമം ടൈം പീരീഡ് ഈസ് 1.5 hours ആണ്. ആൻഡ് ദ മാക്സിമം മാർക്ക് ഈസ് 50 മാർക്കാണ്. അതായത് നമുക്ക് 1.5 മണിക്കൂർ എക്സാമിൽ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ഫൗണ്ടേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രിയിൽ പുതുതായിട്ട് വന്ന ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പേപ്പറിൽ നമുക്ക് 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ഹിയർ അതായത് പഴയ പോലെ തന്നെ സെക്ഷൻ A, B ആൻഡ് C 3 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ഈച്ച്. സോ നമുക്ക് 20 മാർക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാം. ബട്ട് ദർ ഇസ് സീലിംഗ് 16 മാർക്സ് ആയിരിക്കും അതിൻ്റെ സീലിംഗ് വരിക. ഓക്കെ. ആൻഡ് സെക്ഷൻ A 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഇനി സെക്ഷൻ B ആണ്. സെക്ഷൻ B മാക്സിമം, അതായത് മെയിനായിട്ട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലം ടൈപ്പ് ഓർ തിയറി എക്സ്പ്ലെയിൻ ടൈപ്പ്. തിയറി ഒന്നെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതല്ലെങ്കിൽ പ്രോബ്ലം ടൈപ്പ് ആയിരിക്കും സെക്ഷൻ ബിയിൽ വരിക. സെക്ഷൻ ബിയിൽ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 മാർക്സ്. അതായത് ഓരോ ക്വസ്റ്റ്യനും 6 മാർക്സ് ഉണ്ടാകും. ഹിയർ ദർ ഈസ് 5 ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് 30 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ബട്ട് ദർ ഇസ് സീലിംഗ്, ദാറ്റ് ഈസ് 24 മാർക്സിന് സീലിംഗ് ഉണ്ട്. സോ നമുക്ക് 24 മാർക്ക് സീലിംഗ് സെക്ഷൻ ബിയിലുണ്ടാകും. ആൻഡ് സെക്ഷൻ സി പഴയ പോലെ തന്നെ സെക്ഷൻ സിയിൽ 2 എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. എസ്എ ക്വസ്റ്റ്യന് പഴയ പോലെ തന്നെ 10 മാർക്സ് ആയിരിക്കും. സോ 16 + 24 40 + 10 50. സോ ടോട്ടൽ 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ദിസ് ഈസ് എ 1.5 hours എക്സാം ആണ്. പഴയ പോലെ 2 മണിക്കൂറില്ല. 1.5 മണിക്കൂറിൽ 50 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. സോ പുതിയ പേപ്പറിൻ്റെ അത്ര ഉള്ളൂ ഡിഫറൻസ്. വേറെ പിന്നെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അത്രേ ഉള്ളൂ.
ഇതിൽ സെക്ഷൻ ബിയിൽ ഓൺലി 5 ക്വസ്റ്റ്യൻസ് ഉള്ളൂ നമുക്ക് ഉണ്ടാവുക. അതിൽ നമ്മൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സെക്ഷൻ എന്ന് 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി, 16 മാർക്സ് സീലിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ.